വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വീട്ടിലുണ്ടായി കിട്ടിയ കസ്തൂരി മഞ്ഞൾ ചെത്തി ഉണക്കിയതാണ് ഈ കാണുന്നത്. നല്ലോണം വെയിലത്ത് ഒരു 4-5 ദിവസം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം കായ വറുത്തതിൻ്റെ ചിപ്സിൻ്റെ പോലെ പൊടിയും. നല്ല ഇപ്പോൾ ഫെബ്രുവരി 2025 ഫെബ്രുവരി മാസം, ഇന്നിപ്പോൾ 3, കടുത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അവനത് ഈ മോർട്ടാർ പെസ്റ്റലിൽ ഒന്ന് പൊടിച്ചിട്ടാണ് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ പൊടി ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണിത്. എൻ്റെ കളർ ശ്രദ്ധിച്ചാലറിയാം, ഒരു പെയിൽ യെല്ലോ എന്ന് പറയാം. അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ. നല്ല സ്മെല്ലും ഉണ്ട് അതിന്. അപ്പോൾ ഇത് പൊടിച്ച് ഫസ്റ്റ് ലോട്ട് ഇത് ഈ കാണുന്ന പോലെ ഇത്തിരി അത്ര സ്മൂത്ത് ആയിട്ടുള്ള പൗഡറല്ല, ആദ്യത്തെ ഒരു ലോട്ടാണത്. അപ്പോൾ ഇതിനെ 1-2 പ്രാവശ്യമൊക്കെ അടിക്കേണ്ടി വരും, എന്നാലാണ് അത് കുറച്ചും കൂടി സ്മൂത്തായി കിട്ടുള്ളൂ. അതിങ്ങനെ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ചെറിയ വീട്ടിൽ തന്നെയുള്ള ഗ്രൈൻഡറിലാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ പറ്റുള്ളൂ. പിന്നെ ഇത് കാര്യം ഉണങ്ങിയിട്ടുണ്ട്, ക്രിസ്പായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു റൂട്ടാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കട്ടി അതിനുണ്ട്. ഇതിപ്പോൾ ഞാൻ വീണ്ടും ആ പൊടി വെയിലിൽ തന്നെ കൊണ്ടുവച്ചു. 3 മണി നേരമാണ്. സ്റ്റിൽ നല്ല ചൂടുണ്ട്. കുറച്ച് നേരം വെയിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും കൊണ്ടുവന്ന് ഒന്നും കൂടി പൊടിച്ചെടുത്തു. അപ്പോൾ ആ കാണുന്ന പൗഡറാണത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത്ര മറ്റേ മുൾട്ടാനി മിട്ടി പോലെയൊന്നും സ്മൂത്ത് ആവില്ല. ഇത് നമ്മൾ വീട്ടിൽ ഗ്രൈൻഡ് ചെയ്യണതാണല്ലോ. എന്തായാലും ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്ക് ബോധ്യത്തിലുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് അതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഇത് വന്നിട്ടുള്ളത് അതിരപ്പള്ളി ഭാഗത്തുള്ള ഒരു ട്രൈബൽ കോളനിയിൽ നിന്നാണ് ഇതിൻ്റെ ചെടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിറച്ച് വെച്ച് ഇതിനെ അപ്ലൈ ചെയ്ത് അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ പറയാം. മോളിപ്പോൾ ട്രിച്ചിയിൽ കോളേജിൽ പഠിക്കുന്നവളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു.